ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ആരോ ഒരാൾ ഭാഗം 8. ഡാഡി, അമ്മയുടെ പപ്പ ഇപ്പോഴും കാനഡയിൽ തന്നെയല്ലേ? അമ്മയുടെ ബ്രദറിൻ്റെ കൂടെ? അത് ചോദിച്ചുകൊണ്ട് മെർലിൻ വർഗീസിൻ്റെ ഫോൺ കയ്യിലെടുത്തു. ആ മോളെ, ഡാഡി അവിടെ തന്നെയാണ്. മറുപടി പറഞ്ഞത് സൂസൻ ആയിരുന്നു. ഡി, കുഞ്ഞ് കളിക്കാതെ എന്തെങ്കിലും വഴിയുണ്ടോയെന്ന് പറ. കുട്ടിക്കളി ഇപ്പോഴും മാറിയിട്ടില്ല. നീ പോയപ്പോൾ ഡാഡി നിന്റെ ഗെയിംസ് എല്ലാം ഡിലീറ്റ് ചെയ്തു കളഞ്ഞു. ഇനിയിപ്പോൾ അത് തിരഞ്ഞ് നടക്കണ്ട. അതോർത്ത് ഡാഡി വിഷമിക്കേണ്ട, അത് ഞാൻ ഡൗൺലോഡ് ചെയ്തോളാം. നിങ്ങൾ കാർന്നോമാർ സംസാരിക്കുന്നിടത്ത് ഞങ്ങൾ പിള്ളേർക്ക് റോളൊന്നുമില്ല. ഞങ്ങൾക്ക് ചെയ്യാനുള്ളതൊക്കെ ഞങ്ങൾ ചെയ്തു. ഇനി കാര്യങ്ങളൊക്കെ നിങ്ങളങ്ങ് സോൾവ് ആക്കിയാൽ മതി. വരാന്തയിലുള്ള വലിയ ആനക്കുട്ടിയോട് ചേർന്നിരുന്ന് അത് പറഞ്ഞിട്ടവൾ ഫോണിൽ കളിക്കാൻ തുടങ്ങി. ഓരോന്നൊക്കെ ഒപ്പിച്ചുകൊണ്ട് വന്നോളും. പിന്നെ കാർന്നോമാർ തീരുമാനിക്കണം പോലും. ഡാഡി പിറുപിറുക്കുന്നത് കേട്ടപ്പോൾ റോഷനും അവരുടെ അടുത്തു നിന്ന് മാറി ഹോളിലെ കൗച്ചിലേക്ക് പോയി കിടന്നു. 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മെർലിൻ പുറത്തുനിന്ന് എഴുന്നേറ്റ് ഫോൺ തിരികെ വെച്ചുകൊണ്ട് റോഷൻ്റെ അരികിൽ കയറി കിടന്നു. അപ്പോഴേക്കും ഉറങ്ങിത്തുടങ്ങിയ റോഷൻ പെട്ടെന്ന് കൈയെടുത്ത് അവളെ ഇറുക്കി പിടിച്ചുകൊണ്ട് അവളോട് ഒന്നുകൂടി ചേർന്ന് കൊടുത്തു. ആദ്യമായിട്ടല്ല തങ്ങൾ ഇങ്ങനെ കിടക്കുന്നത്. ചെറുപ്പത്തിൽ എന്നും ഇങ്ങനെയൊക്കെ തന്നെയാണ് കിടന്നിരുന്നത്. പക്ഷേ അന്നൊന്നും തൻ്റെ ഉള്ളിൽ തോന്നാത്ത ഒരു വികാരം തൻ്റെ ശരീരത്തെയും മനസ്സിനെയും കീഴടക്കുന്നത് മെർലിൻ അറിഞ്ഞു. പക്ഷേ റോഷൻ, അവൻ ഒരിക്കലും തന്നെ ചേർത്ത് പിടിക്കുമെന്നോ തന്നെ സ്വന്തമാക്കണമെന്നോ ആഗ്രഹിക്കുന്നില്ല. അവൻ്റെ ഉള്ളിൽ തന്നോട് അല്പം പോലും പ്രണയവുമില്ല. അത് തനിക്കും മനസ്സിലാവുന്നുണ്ട്. പക്ഷേ സച്ചുവേട്ടൻ്റെ പെണ്ണിനോട് റോഷന് എന്തോ ഒരിഷ്ടമുണ്ട്. സാരമില്ല, ഇഷ്ടങ്ങൾ ആർക്കും ആരോടും തോന്നാമല്ലോ. തനിക്കും റോഷനോട് തോന്നുന്നത് അതേ ഇഷ്ടം തന്നെയാണ്. ഒക്കെയും ഒന്ന് വിട്ടുകൊടുക്കണമെന്ന് തോന്നാറുണ്ട്. പക്ഷേ റോഷനോടുള്ള ഇഷ്ടം വിട്ടുകളയാൻ സാധിക്കുന്നില്ല. എന്തായാലും കാത്തിരിക്കാം. എന്നെങ്കിലും ഒരിക്കൽ അവൻ തൻ്റെ ഇഷ്ടത്തെ തിരിച്ചറിയുമായിരിക്കും. അവൻ്റെ കൈകളെ തലോടിക്കൊണ്ട് അവൾ മനസ്സിലോർത്തു. പെട്ടെന്ന് വർഗീസിൻ്റെ ഫോൺ ശബ്ദിക്കുന്ന ശബ്ദം കേട്ട് അവൾ പുഞ്ചിരിയോടെ കണ്ണടച്ചു. തൻ്റെ ഐഡിയ വർക്കൗട്ടായിരിക്കുന്നു. ഇനി ബാക്കി അവർ നോക്കട്ടെ. ഡോ, ഇത് തൻ്റെ അപ്പച്ചനാണ്. ഇങ്ങനെയൊരു വിളി പതിവില്ലല്ലോ, അതും ഈ സമയത്ത്. ഇനിയിപ്പോൾ അവിടെ വല്ല പ്രശ്നവുമായിരിക്കുമോ? വർഗീസ് ആശങ്കപ്പെട്ടു. ഡാഡിയുടെ റിയാക്ഷൻ കാണാമല്ലോ. ഫോൺ സ്പീക്കറിലിടടോ, ഫെർണാണ്ടസ് ആകാംക്ഷയോടെ പറഞ്ഞു. ഹലോ ഡാഡി, എന്താ ഈ സമയത്ത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വർഗീസ് ഫോൺ സ്പീക്കറിലിട്ടിട്ട് പെട്ടെന്ന് ചോദിച്ചു. ഓഹോ, വിശദമായി അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ നൈസായിട്ട് മെസ്സേജിൻ്റെ രൂപത്തിൽ അയച്ചിട്ട് ഇപ്പോൾ എന്നോട് ചോദിക്കുന്നോ? നിങ്ങളുടെ ആശുപത്രിയിൽ മനോരോഗ വിദഗ്ധനുണ്ടെങ്കിൽ ഒന്ന് കണ്ടോളൂട്ടോ. അപ്പച്ചൻ ഗൗരവത്തോടെ പറഞ്ഞപ്പോൾ കാര്യം മനസ്സിലാവാതെ വർഗീസ് നെറ്റി ചുളിച്ചു. ഹാ, അത് പോട്ടെ. പ്രശ്നമൊന്നും എനിക്കല്ലല്ലോ. നീയും നിന്റെ മക്കളും കൂടി അവിടെ ഓരോന്ന് ഒപ്പിച്ചു വെക്കുകയല്ലേ. അമ്മ വേലി ചാടിയാൽ മകൾ മതിൽ ചാടുമെന്നാണല്ലോ. ഇവിടെ ഇപ്പോൾ മകനായി എന്ന് മാത്രം. കാര്യം പറ, അവിടെ എന്താ പ്രശ്നം? നിന്റെ കുരുത്തം കെട്ട ആ ഇളയ സന്താനം ആരെങ്കിലും വിളിച്ചുകൊണ്ട് വന്നോ? അപ്പച്ചൻ്റെ ചോദ്യങ്ങൾ കേട്ടപ്പോൾ ഡോക്ടർ സൂസൻ വാ പൊളിച്ച് ഇരുന്നു പോയി. അത് ഡാഡി, സച്ചുവിന് ഒരിഷ്ടം. സംഗതി നമ്മുടെ നിലയ്ക്കും വിലയ്ക്കും ചേർന്ന ബന്ധമൊന്നുമല്ല. പക്ഷേ കൊച്ചിനത് അസ്ഥിക്ക് പിടിച്ചതുപോലെയാണ്. ഞാൻ ഡാഡിയെ വിളിക്കാനിരിക്കുകയായിരുന്നു. ഡാഡി പറ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. എടാ മോനെ, നിലയും വിലയും ഒന്നും നോക്കണ്ട. അവൻ അവളെ വലിയ ഇഷ്ടമാണെങ്കിൽ നീ അങ്ങ് കെട്ടിച്ചു കൊടുക്ക്. അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ. അതല്ലേ നമുക്ക് വേണ്ടത്. പിന്നെ നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ കുറച്ച് കടുംപിടുത്തം പിടിച്ചതുകൊണ്ട് കുറച്ച് കാലത്തേക്ക് എല്ലാവരുടെയും സന്തോഷം ഇല്ലാതായെന്ന് മാത്രമല്ല, എന്തെങ്കിലും ഗുണമുണ്ടായോ? എത്രയും പെട്ടെന്ന് ആ കല്യാണമങ്ങ് നടത്തിക്കൊടുക്കുക. എന്നാൽ പിന്നെ സമയമുള്ളപ്പോൾ വിളിച്ചാൽ മതി. നിങ്ങൾക്ക് ഉറങ്ങാനുള്ളതല്ലേ. ഇടയ്ക്കൊന്ന് നിർത്തിയിട്ട് അദ്ദേഹം ഫോൺ വെച്ചു. എൻ്റെ ഈശോയെ, ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചേ? നിന്റെ ഡാഡി ആര്? പഴയ കാണിപ്പയ്യൂരോ? ഇതൊക്കെ അവിടെ ഇരുന്ന് ഗണിച്ചു പറയാൻ. എന്നതാണേലും പേടിച്ച കാര്യം കൂളായി അവസാനിച്ചു. എന്നാലും ഡാഡി,
ഇവിടെ ഒരു പ്രശ്നമുണ്ടെന്ന കാര്യം എങ്ങനെ അറിഞ്ഞു? വർഗീസ് ഞെട്ടലോടെ എല്ലാവരെയും നോക്കി. ഡോ, താൻ ആ ഫോണിങ് തന്നേ. എനിക്കൊരു കുഞ്ഞു സംശയമുണ്ട്, അത് തീർത്തിട്ട് തരാം. ഫെർണാണ്ടസ് ഫോണിനായി കൈനീട്ടി. അദ്ദേഹം വിശദമായി ആ ഫോൺ പരിശോധിച്ചു. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് മനോഹരമായ ഒരു പുഞ്ചിരി വിടർന്നു. എനിക്ക് അപ്പോഴേ തോന്നി ഇതെൻ്റെ പുന്നാരമോളുടെ ഒപ്പിക്കലായിരിക്കുമെന്ന്. എന്തേ നോക്കിക്കേ, ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഒരു ഹ്രസ്വ വിവരണം അവൾ നടത്തിയിട്ടുണ്ട്. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ കിടന്നുറങ്ങി. എന്തായാലും ഇതുപോലൊരെണ്ണം ഉള്ളതുകൊണ്ട് പണി എളുപ്പമായി. ഫെർണാണ്ടസ് പൊട്ടിച്ചിരിച്ചു. അതിപ്പോൾ എൻ്റെ മരുമോളല്ലേ. ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എങ്ങനെയെന്ന് അവൾക്ക് നന്നായി അറിയാം. സൂസന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഫെർണാണ്ടസും ഭാര്യയും ഒരു നിമിഷം ആലോചനയോടെ പരസ്പരം നോക്കി. സൂസ, നമ്മൾ ഈ ചിന്തിച്ചു കൂട്ടുന്നതൊക്കെ അവസാനം ഒരു സ്വപ്നമായി അവസാനിക്കുമോ എന്നൊരു തോന്നൽ. ശോശനയുടെ വാക്കുകൾ എല്ലാവരിലേക്കും വല്ലാത്തൊരു ഞെട്ടലായി പടർന്നു. അതെന്താ ശോശേ നീ അങ്ങനെ പറഞ്ഞത്? എൻ്റെ മോനെ കെട്ടാൻ നിന്റെ മോൾക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞോ? എന്നാൽ അത് ഇപ്പോൾ തന്നെ അങ്ങ് ചോദിച്ചേക്കാം. ഒന്നും പിന്നത്തേക്കിന് മാറ്റിവെക്കേണ്ട. സൂസൻ അതും പറഞ്ഞുകൊണ്ട് കുട്ടികൾക്ക് നേരെ തിരിഞ്ഞു. അവരെ വിളിക്കേണ്ട. എൻ്റെ മെർലിന് കുഞ്ഞിനെ ജീവനാ. തൽക്കാലം വിവാഹത്തിൻ്റെ കാര്യത്തെപ്പറ്റിയൊന്നും സംസാരിക്കേണ്ട. പക്ഷേ എന്തുകൊണ്ടോ കുഞ്ഞിൻ്റെ കാര്യത്തിൽ എവിടെയോ ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ എല്ലാം എൻ്റെ തോന്നൽ മാത്രമാകാം. അത് പറയുമ്പോൾ ശോശന്നാമ്മയുടെ സ്വരമിടറി. ഹേയ്, അതെന്തെങ്കിലും ആകട്ടെ. എന്തായാലും സച്ചുവിൻ്റെ വിവാഹം കഴിയട്ടെ. എന്നിട്ടല്ലേ അവരുടെ കാര്യത്തെപ്പറ്റി ആലോചിക്കേണ്ടതുള്ളൂ. ഇനിയും ധാരാളം സമയമുണ്ട്. അവരങ്ങനെ പാറിപ്പറക്കട്ടെ. നമുക്കവർക്ക് സമയം കൊടുക്കാം. കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ നടക്കുന്നില്ലെങ്കിൽ മാത്രം വർഗീസ് ഒന്ന് സംസാരിച്ചാൽ മതി. അതാണ് അതിൻ്റെ ശരി. അത്രയും പറഞ്ഞിട്ട് ഗ്ലാസ്സിൽ ബാക്കിയുണ്ടായിരുന്ന മദ്യം വായിലേക്ക് കമഴ്ത്തിക്കൊണ്ട് ഫെർണാണ്ടസ് നിലത്ത് വിരിച്ചിട്ടിരുന്ന കാർപ്പറ്റിലേക്ക് ചാഞ്ഞു. തൊട്ടടുത്തായി വർഗീസും. അന്ന് രാത്രി എല്ലാവരും ആ കുടുംബത്തിൻ്റെ സ്നേഹത്തണലിൽ തന്നെ സന്തോഷമായി ഉറങ്ങി. പുലർച്ചെ ഏറെ വൈകിയിട്ടും ആരും ഉണർന്നില്ല. ഏകദേശം 10 മണി കഴിഞ്ഞപ്പോൾ റോഷൻ പതുക്കെ കണ്ണുകൾ തുറന്നു. തൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന മെർലിനെ കണ്ടപ്പോൾ വല്ലാത്തൊരു ഞെട്ടൽ അവൻ്റെ ഹൃദയത്തിലൂടെ കടന്നുപോയി. ഡി, നീ ഇന്നലെ ഇവിടെയാണോ കിടന്നത്? അവൻ ഞെട്ടലോടെ ഉറക്കെ ചോദിച്ചു. കണ്ണ് തിരുമ്മി ചെറിയൊരു പുഞ്ചിരിയോടെ എഴുന്നേറ്റ് വന്ന മെർലിന് അവൻ്റെ ഞെട്ടൽ കണ്ടപ്പോൾ ഒരു കുസൃതി ചിരിയാണ് തോന്നിയത്. എന്നാൽ പിന്നെ രാവിലെ തന്നെ ഇവനൊരു പണി കൊടുക്കാം. എല്ലാം ഒന്ന് കളർഫുൾ ആകട്ടെ, മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ അവനെ തുറിച്ചു നോക്കി. ഉണ്ടക്കണ്ണ് മെഴിപ്പിക്കാതെ മറുപടി പറയടി കുരിശേ, റോഷൻ അല്പം വെപ്രാളത്തോടെ ചോദിച്ചു. എന്താടാ നീ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? കഴിഞ്ഞ രാത്രി നീ ഓർക്കുന്നില്ലെന്ന് പറയാനുള്ള ശ്രമമാണോ? എന്നാൽ കൊല്ലും ഞാൻ. ഇവിടെയാ കിടന്നത്, നിന്റെ നെഞ്ചിൽ തല ചായ്ച്ച്. എന്നാലും നീ ഇത്രയ്ക്ക് കൺട്രോൾ ഇല്ലാത്തവനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഷേ, കല്യാണത്തിന് മുൻപ് ഇങ്ങനെയൊക്കെ ചെയ്യാമോ? ഒരു ദുർബല നിമിഷത്തിൽ ഞാനും പതറിപ്പോയി. ഓ, എന്നാ ചെയ്താ നീ ചെയ്തത്? മേലപ്പിടി വേദനിക്കുന്നു. അവൾ നടുവിന് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഡി, തമാശ പറയല്ലേ, എന്താ ഉണ്ടായത്? മനുഷ്യനെ പേടിപ്പിക്കാതെ. റോഷൻ്റെ ശബ്ദത്തിൽ വല്ലാത്ത പതർച്ചയുണ്ടായി. ആഹാ, ഇപ്പോൾ ഇങ്ങനെയായോ കാര്യം? ഞാൻ പറഞ്ഞത് വിശ്വസിക്കേണ്ട. ദേ, ഇവരെല്ലാവരും സാക്ഷിയാണ്. ഒന്ന് ചോദിച്ചു നോക്ക്. ഉള്ളിൽ പൊട്ടിവിടർന്ന കുസൃതി ചിരി അടക്കിക്കൊണ്ട് ചുറ്റും ഉത്സവപ്പറമ്പ് പോലെ കിടക്കുന്ന മാതാപിതാക്കളെ ചൂണ്ടിക്കാട്ടി അവൾ പറഞ്ഞു. എടി, നീ തമാശ പറയല്ലേ. ഞാനൊന്നും ചെയ്തിട്ടില്ല. എത്ര ബോധമില്ലെങ്കിലും എനിക്ക് അങ്ങനെയൊന്നും സംഭവിക്കില്ല. റോഷൻ്റെ ശബ്ദത്തിൽ പരിഭ്രമം ബാധിച്ചിരുന്നു. അതെന്താ അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്ന് നിനക്കിത്ര ഉറപ്പ്? ഡാ, നീ മറ്റതെങ്ങാനുമാണോ? ഒന്ന് നോക്കട്ടെ. അവൾ അവൻ്റെ ഷോർട്സിൽ പിടുത്തമിട്ടു. മറ്റത് നിന്റെ മറ്റവൻ. ഇവക്ക് നാണവുമില്ലേ? ഛേ, വൃത്തികേട്. റോഷൻ കലിതുള്ളി. ആ മറ്റവനോട് തന്നെയാ ചോദിച്ചത്. ഇതിനു മാത്രം തുള്ളാനൊന്നുമില്ല. ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ട് ഇപ്പോൾ എനിക്കായി കുറ്റമല്ലേ? ഡാ, നിനക്കൊരു ക്ലാസിൻ്റെ കുറവുണ്ട്. സാരമില്ല, ഞാൻ തന്നെ പഠിപ്പിച്ചു തരാം. മെർലിൻ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല.
എന്ത് ക്ലാസ്? എന്തിന്? ഡാ, ഒരു പെൺകുട്ടിയോട് പെരുമാറുമ്പോൾ കുറച്ച് കാര്യങ്ങളുണ്ട്. പെണ്ണിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരു പൂവിനെ കയ്യിലെടുക്കുന്നത് പോലെ ശ്രദ്ധിക്കണം. ഈ കാര്യങ്ങളൊക്കെ ഓരോ ആൾക്കാരും സ്വയം മനസ്സിലാക്കേണ്ടതാണ്. അല്ലാതെ കാലിനടിയിൽ കിട്ടുന്ന റോസാദളം പോലെ അതിനെ കശക്കി എറിഞ്ഞ് ഉപയോഗിക്കുകയല്ല വേണ്ടത്. എല്ലാത്തിനും ഒരു മയമൊക്കെ വേണ്ടേ? നീ ഒരുമാതിരി ബാലങ്കേർ നായർ ലെവലാണല്ലോ. ശരീരം മുഴുവൻ വേദനിക്കുന്നു. ഇനിയിപ്പോൾ ഉപ്പിട്ട് നല്ല ചൂടുവെള്ളത്തിൽ ഒന്ന് കുളിച്ചു നോക്കിയാൽ അറിയാം. ശീലമില്ലാത്ത കാര്യങ്ങളല്ലേ. എന്നാണെങ്കിലും നമ്മൾ ഒരുമിക്കേണ്ടവരല്ലേ. പിന്നെ എന്തായിരുന്നു ഇന്നലത്തെ ആക്രാന്തം? ശരീരം മുഴുവൻ വേദന കൊണ്ട് പുളയും പോലെ അഭിനയിച്ചുകൊണ്ട് അവൾ പതുക്കെ എഴുന്നേൽക്കാൻ തുടങ്ങി. കർത്താവേ, എല്ലാം കയ്യിന്നു പോയോ? ഇന്നലെ രാത്രി വന്ന് കിടന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ എന്തു സംഭവിച്ചുവെന്ന് യാതൊരു എത്തും പിടിയുമില്ല. ഇവൾ പറഞ്ഞതുപോലെ 2 ഡാഡിമാരും മമ്മിമാരും വീണിതല്ലോ എന്ന് പറഞ്ഞ് തറയിൽ കിടപ്പുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ ആരോട് ചോദിക്കും? കുറെ ട്രയൽ കഴിഞ്ഞുപോയി. അല്ലെങ്കിൽ കന്യകനാണോ എന്ന് പരിശോധിച്ചു നോക്കാമായിരുന്നു. ദൈവമേ, എന്നാലും ഞാൻ ഇവളോട് ഇനിയിപ്പോൾ ഇവളുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? മുഖത്ത് നോക്കുന്നത് പോട്ടെ, ഇനി അങ്ങനെയെങ്ങാനും നടന്നിട്ടുണ്ടെങ്കിൽ സംരക്ഷണ ഭിത്തി കെട്ടാത്ത കടൽ തീരത്താണ് താൻ പണി കൊടുത്തിരിക്കുന്നത്. എങ്ങാനും പാളിയാൽ തീർന്നു. അവന് തല കറങ്ങും പോലെ തോന്നി. പക്ഷേ എങ്ങനെ തനിക്കത് സംഭവിച്ചു? ഇവളോട് ഇന്നുവരെ അങ്ങനെയൊരു വികാരം തനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഇന്നലെ രാത്രി താൻ എന്തൊക്കെയോ സ്വപ്നങ്ങൾ കണ്ടിരുന്നു. കർത്താവേ, ആ സ്വപ്നത്തെ മുഴുവനും ജാസ്മിനായിരുന്നു. ഒരുപക്ഷെ ജാസ്മിനാണെന്ന് കരുതി തനിക്ക് എവിടെയെങ്കിലും തെറ്റുപറ്റിപ്പോയോ? റോഷൻ ആലോചനയോടെ തലയ്ക്ക് കൈകൊടുത്തു. കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുതേ. നിങ്ങളുടെ ഓരോ കമൻസും എനിക്ക് വിലയേറിയതാണ്. അപ്പോൾ പിന്നെ അടുത്ത ഭാഗവുമായി നാളെ വരാം. അതുവരെ സ്റ്റേ സേഫ്.